നിങ്ങൾ തന്ന എല്ലാ സ്നേഹവും ബഹുമാനവും എല്ലാ ആദരവുകളും കർത്താവിൻ്റെ തിരുപാദപീഠത്തിലേക്ക് വയ്ക്കുകയാണ്. എല്ലാ സ്തുതികൾക്കും എല്ലാ ബഹുമാനത്തിനും എല്ലാ ആദരവിനും യോഗ്യനായ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കട്ടപ്പന ചർച്ചിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാനും നിങ്ങളെ ശുശ്രൂഷിപ്പാനും സർവശക്തനാകുന്ന ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ യേശുവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും നമ്മുടെ കയ്യിൽ വിശുദ്ധ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എടുക്കാം. എടുത്തിട്ട് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് വായിക്കാം. ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓൺലൈൻ സർവീസിൽ പങ്കെടുക്കുന്നവരും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ഷിജു പാസ്റ്റർ ഒന്ന് ഉറക്കെ വായിച്ചാൽ നന്നായിരിക്കും. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലക്കരികെ ബേത്ത്ഹാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ച്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിഴിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലവനും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുവിൻ. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ഞാൻ ആ വാക്ക് ഒന്ന് എടുത്തുയർത്തി പറയുകയാണ്. വാക്യം മാറ്റല്ലേ സ്ക്രീനിൽ നിന്ന്. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. അപ്പോൾ ഇത് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദൈവമക്കൾ പാം സൺഡേ ആയി അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ചയായി ഈ ദിവസത്തെ വേർതിരിച്ചിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നത്. ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിനായി യേശു കർത്താവ് കഴുതപ്പുറത്ത് വാഹനമേറി ജെറുഷലേമിലേക്ക് പ്രവേശിച്ചു. ഏതായിരുന്നു ആ പ്രവചനം? സക്രിയാവിൻ്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. സക്രിയ പ്രവചനം 9-ന്റെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, See your king comes to you, gentle and riding on a donkey. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും. ഒന്നും കൂടെ ആ വാക്യം എടുത്തു പറയണം. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ അടുക്കൽ വരുന്നു. ആ രാജാവിന്റെ പ്രത്യേകത എന്താണ്? അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. എനിക്ക് ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. വൺസ് അഗൈൻ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. ഇല്ല പാസ്റ്റർ, ഞാൻ അതല്ല പറഞ്ഞത്. Who is my king? എന്റെ രാജാവ് ആരാണ്? അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുത കുട്ടിയായി ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. സാധാരണ രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത് കഴുതപ്പുറത്താണോ കുതിരപ്പുറത്താണോ? രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ്. യേശു കർത്താവ് വരേണ്ടത്, രാജാവാണെങ്കിൽ വരേണ്ടത് കുതിരപ്പുറത്താണ്. പക്ഷെ ഈ രാജാവിന് മാത്രമുള്ള പ്രത്യേകത വേദപുസ്തകം പറയുന്നു, അവൻ സൗമ്യതയുള്ള രാജാവാണ്. അവൻ സൗമ്യതയുള്ള രാജാവാണ്. ഹല്ലേലൂയ. അഹങ്കാരിയായ രാജാവല്ല,
പ്രൈഡുള്ള രാജാവല്ല, എന്തോ ആണെന്ന് കാണിക്കുന്ന രാജാവല്ല. അവൻ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനാണ്. അവൻ നക്ഷത്രജാലങ്ങളെ പേറുചൊല്ലി വിളിച്ചവനാണ്. ഈ ഭൂമിയിലെ പൊടിയെ നാഴി കൊണ്ട് അളന്നവനാണ്. അവൻ സകലത്തിന്റെയും ആദിജാതനാണ്. അവൻ സ്രഷ്ടാവാണ്. യേശു സകലവുമാണ്, സർവവുമാണ്. പക്ഷേ ഇതെല്ലാം ആയിരുന്നിട്ടും എൻ്റെ രാജാവ്, പറഞ്ഞേ മൈ കിങ്, എന്റെ രാജാവ്, അവൻ സൗമ്യതയുള്ള രാജാവാണ്. ഹല്ലേലൂയ. അവൻ ജയശാലിയായ രാജാവാണ്. അവൻ നീതിമാനായ രാജാവാണ്. പക്ഷെ എന്റെ കർത്താവ് താഴ്മയുള്ളവനാണ്. നമ്മുടെ കർത്താവിനെ ഇന്ന് ഈ പകലിൽ ആ താഴ്മയുള്ള രാജാവിനെ എത്ര പേർക്ക് ഞാനെന്ന ഭാവങ്ങളും ഞാനെന്ന മനോഭാവവും അഹങ്കാരങ്ങളും ചിന്താഗതികളും ഒക്കെ ഒന്ന് പൊട്ടിച്ചു കളഞ്ഞ്, ഒന്ന് ഒട്ടച്ച് കളഞ്ഞ്, ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? മോനെ, എനിക്ക് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, വീണ്ടും താഴേക്കുള്ള വാക്യങ്ങളൊന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. ഇതൊരു പ്രൊഫസിയാണ്, ഇതൊരു പ്രവചനമാണ്. നിങ്ങൾ പുറപ്പെടുവീൻ. അതിനെ അഴിക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഇതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പറയുന്നു, കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവരോട് പറവീൻ. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയും കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. ഞാൻ ഈ ഞായറാഴ്ച ആത്മതലത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നവരോട് പറയുന്നു, ആവശ്യമുള്ളതിനെ, കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് അഴിക്കും. At any cost, at any situation, at any circumstances, സാഹചര്യം എന്തു തന്നെയാണെങ്കിലും, അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും, കർത്താവിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ, കർത്താവിന് ഒരു കുടുംബത്തെ ആവശ്യമുണ്ടെങ്കിൽ, കർത്താവിന് ഒരു പട്ടണത്തെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് അഴിച്ചിരിക്കും. അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് പകൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ചിലർ വിശ്വാസത്തിൽ വന്നു കാണില്ല, ചിലർ കർത്താവിലേക്ക് തിരിഞ്ഞു കാണില്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന് പദ്ധതിയുള്ളതിനെ, ദൈവത്തിന് ആവശ്യമുള്ളതിനെ കർത്താവ് അഴിച്ചിരിക്കും. ഞാൻ ആ വാക്കിലൊന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഈ ചിലതൊക്കെ മണിക്കൂറുകൾ എടുത്ത് കെട്ടിവെക്കാൻ പറ്റും. ഈ കെട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ആ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. കെട്ടുക എന്ന് പറയുന്നത്, നിങ്ങളൊരു നാൽക്കാലി, ഒരു പശുവിനെ കയറുകൊണ്ട് കെട്ടുക എന്ന് പറയുന്നത്, അത് കെട്ടപ്പെട്ടിരിക്കുന്ന ലൊക്കാലിറ്റിയിൽ മാത്രമേ പിന്നെ അതിന് നിൽക്കാൻ കഴിയത്തുള്ളൂ. അറിവിന്മേ, ആ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഈ നമ്മൾ പറയത്തില്ലേ, മണിക്കൂറുകൾ എടുത്ത് കെട്ടിയതും ഒറ്റ കൊത്തിനഴിക്കാം എന്ന് പറയില്ലേ. പിശാച് മാസങ്ങളും വർഷങ്ങളും എടുത്ത് ബന്ധിച്ചതും കെട്ടിയതും എൻ്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അഴിക്കാനായി കഴിയും. ഒറ്റ സെക്കൻഡ് കൊണ്ട്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, തൽക്ഷണം അവൻ അവയെ അയക്കും. കർത്താവിന് ആവശ്യമുള്ളതിനെ അധിക സമയം പിടിച്ചു വയ്ക്കാൻ പറ്റുകയില്ല. കർത്താവിന് ആവശ്യമുള്ളതിനെ ആർക്കും ഹോൾഡ് ചെയ്യാൻ കഴിയുകയില്ല. തൽക്ഷണം അതിനെ അയക്കും. വളരെ വ്യത്യസ്തമായ നിലയിലാണ് ദൈവികമായ ഇടപെടലുകൾ. ഈ ആഴ്ചയിൽ പാസ് ഓവർ വീക്ക്, ഈ ആഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്ന, അടുത്ത 3-4 ദിവസങ്ങളിൽ നമുക്ക് തിരുവെഴുത്തുകളോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത് അത്യത്ഭുതകരമായ ചില കാര്യങ്ങളാണ്. യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെടുവീൻ,
അവിടെ ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി, അങ്ങനെ തന്നെ ഒരു സ്ത്രീ എന്നല്ല കർത്താവ് പറഞ്ഞത്, ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി എതിർപ്പെടും. സാധാരണ വെള്ളം കോരാൻ പോകുന്നത് പുരുഷനാണോ സ്ത്രീയാണോ? ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി നിങ്ങൾക്ക് എതിർപ്പെടും. അവനോട് നിങ്ങൾ ചോദിക്കുവീൻ, കർത്താവിന് പെസഹ ഒരുക്കുവാനുള്ള ശാല എവിടെന്ന്? അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. അതും ഒരു പ്രൊഫറ്റിക്കാണ്. അതും കർത്താവ് പറയുന്നത് ഒരു പ്രവചനം പോലെയാണ്. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു പുരുഷൻ നിങ്ങൾക്കെതിരെ വരും. ആ പുരുഷന്റെ കയ്യിൽ ഒരു കുടം വെള്ളം കാണും. അവനോട് നിങ്ങൾ ചോദിക്കണം, കർത്താവിന് പെസഹ ഒരുക്കാനുള്ള ശാല എവിടെയാണെന്ന്. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ അവർ പുറപ്പെട്ടു. ഒരു പുരുഷൻ അവർക്ക് എതിർപ്പെട്ടു. അവനോട് അവർ ചോദിക്കുകയാണ്, കർത്താവിന് പെസഹ ഒരുക്കാനുള്ള ശാല എവിടെന്ന്. ആ മനുഷ്യൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ യേശു ആ വാഗ്ദത്തം അവരോട് പറയുമ്പോൾ, അവർ പുറപ്പെടുമ്പോൾ പറഞ്ഞത് അതുപോലെ കണ്ടെങ്കിൽ, പറഞ്ഞത് അതുപോലെ സംഭവിച്ചെങ്കിൽ, ആ പെൺകഴുതയെ അഴിക്കാൻ ചെല്ലുമ്പോൾ എന്തിനാ അഴിക്കുന്നതെന്ന് ചോദിച്ചവനോട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ അവൻ വിട്ടയക്കും എന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചെങ്കിൽ, സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് വാഹനമേറി വരും എന്ന് സക്കറിയാവ് പ്രവചിച്ച പ്രവചനം അതുപോലെ സംഭവിച്ചെങ്കിൽ, ഇന്ന് പകലും ചില പ്രവചനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽമെന്റുകൾ ഉണ്ടാകട്ടെ. ചില വാഗ്ദത്തങ്ങൾക്ക് നിവർത്തീകരണങ്ങൾ ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഓ റബ ശാന്തർബൈഡകർത്തമന എന്റെ രാജാവ് സമാധാനത്തിന്റെ രാജാവാണ്. എന്റെ രാജാവ് നീതിയുള്ള രാജാവാണ്. എന്റെ രാജാവ് സൗമ്യതയുള്ള രാജാവാണ്. എന്റെ രാജാവ് ജയശാലിയായ രാജാവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ കിങ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്. ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. ഓ റബ ശതരവൈഡബർതഗന അൽബ്രതമനഗർതമന ജർബർദരബൗസിയാദന. ജനങ്ങൾ മുഴുവൻ യേശു കർത്താവ് വാഹനമേറുന്ന സമയങ്ങളിൽ, നിങ്ങൾക്കറിയാമോ, ഞാൻ കഴിഞ്ഞ മാസത്തില് വീണ്ടും ഒരിക്കൽ കൂടെ ഇസ്രായേൽ എന്ന രാജ്യം സന്ദർശിച്ചു. ഗത്സമന തോട്ടവും ഒലിവ് മലകളും ഒക്കെ സന്ദർശിച്ചു. അതിനുള്ള അവസരം കർത്താവ് വീണ്ടും ഒരിക്കൽ കൂടെ തന്നു. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അവൻ ഒലിവ് മലയുടെ ഇറക്കമിറങ്ങുമ്പോൾ അവനെ ജനം പ്രകീർത്തിച്ചു, പുകഴ്ത്തി എന്ന്. സത്യമായിട്ടും ആ ഒലിവ് മലയിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ യൂട്യൂബിനകത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ലിബിൻ ബ്രദറിനെയും കൊണ്ടത് ഫോണിനകത്ത് അത് എടുപ്പിച്ചു. ഇപ്പോഴും ആ ഒലിവ് മലയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ, മൗണ്ട് ഒലിവിന്ന് ഇറങ്ങി വരുമ്പോൾ സ്റ്റീപ്പായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിമാരും അപ്പച്ചന്മാർക്കും ഒക്കെ പോകാനായിട്ട് അവർ സൈഡെ കമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ആ കമ്പിയെ പിടിച്ചേ ഇറങ്ങാൻ പറ്റുള്ളൂ. അത്ര സ്റ്റീപ്പാണ്. മഴയും കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ താഴെ ചെന്ന് എടുത്താൽ മതി ആളിനെ. അതുപോലത്തെ ഇറക്കമാണ്. നമ്മൾ പിടിവിട്ട് പോയാൽ നമ്മൾ ഓടി അങ്ങ് പോകും. അതുപോലത്തെ ഇറക്കമാണ്. ഈ ബൈബിളിനകത്ത് അവർ ഒലിവ് മലയുടെ ഇറക്കം ഇറങ്ങുമ്പോൾ എന്നൊരു വാക്കിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇപ്പോഴും ആ ഇറക്കം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും ആ ഇറക്കം അവിടെ തന്നെ ഉണ്ട്. ആ സ്ഥലം അവിടെ തന്നെ ഉണ്ട്. ആ ഇറക്കം ഇറങ്ങുമ്പോഴാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് കർത്താവിന് ഓശന്ന എന്ന് പാടിയത്. ഓശന്ന എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സേവ് അസ് നൗ, ഞങ്ങളെ ഇപ്പോൾ തന്നെ രക്ഷിക്കുക രക്ഷകനെ എന്നുള്ളതാണ്. എത്ര പേർക്കത് ഇന്ന് പകൽ പറയാൻ കഴിയും? ഓശാന, ഓശാന, save us now. Hallelujah. He is the savior. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഓശന്ന എന്നവർ ആർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഓൺലൈൻ സർവീസിൽ, ഇന്നത്തെ കട്ടപ്പന ചർച്ചിന്റെ സർവീസിൽ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ഒന്നാമത്തെ കാര്യം, യേശു കർത്താവ് സൗമ്യനായ രാജാവ്, അവൻ നീതിയുള്ള രാജാവ്, അവൻ ജയാളിയായ രാജാവ്. നിങ്ങൾക്കറിയാം, ഈ കഴുതകളുടെ ചരിത്രം പഠിക്കുമ്പോൾ, ആ കഴുതയെക്കുറിച്ച് പറയാതെ പോകുന്ന ശരിയല്ല. വേദപുസ്തകത്തിൽ ചില മൃഗങ്ങൾക്കും ചില പക്ഷികൾക്കുമൊക്കെ പ്രാധാന്യതയുണ്ട്.
ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായ ഏലിയാവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായ ഏലിയാവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു കാക്കയാണ്, അല്ലേ? വേദപുസ്തകത്തിൽ പലതരത്തിലുള്ള പക്ഷിയുണ്ട്, കാക്കകളും പലതരത്തിലുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാക്കയുണ്ട്, തിരിച്ചു വരാതെ പോയ കാക്ക. എന്നാൽ ഏലിയാവിന് ഭക്ഷണവുമായി പോയ കാക്കയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കഴുതയുടെ ചരിത്രവും. ജീവിതത്തിൽ ഒരിക്കലും ഒരു കഴുതകളും, മൃഗമായ ഒറ്റ കഴുതകളും ജെറുസലേം ദേവാലയത്തിനകത്ത് പ്രവേശിച്ചിട്ടില്ല. കാരണം ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് സെന്റ് ഹോളി ടെമ്പിൾ, വിശുദ്ധമായ ഒരു സ്ഥലമാണ്. അവിടെ യാഗങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. എപ്പോഴും ആ ദേവാലയത്തിനകത്ത് യാഗമൃഗങ്ങളെ കൊണ്ടുവരാറുണ്ട്. ആടിനെ, കാളക്കൊറ്റന്മാരെ, കുറുപ്രാവിനെ, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട യാഗം കഴിക്കുവാൻ ഉള്ള ഏറ്റവും പെർഫെക്റ്റ് ആയതിനെ, പറഞ്ഞേ പെർഫെക്റ്റ് ആയതിനെ, പെർഫെക്റ്റ് ആയ മൃഗങ്ങളെ ഈ ടെമ്പിളിനകത്ത്, ഈ ദേവാലയത്തിനകത്ത് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഒരിക്കലും കഴുതയെ യാഗത്തിന് ഉപയോഗിക്കാറില്ല. ഒറ്റ കഴുതകളും ഈ ജെറുസലേം ദേവാലയത്തിനകത്ത് എൻട്രി ചെയ്തിട്ടില്ല. എൻട്രി ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വേണം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കഴുതയും അതിൻ്റെ കുട്ടിയും, രണ്ടുമുണ്ട്, പെൺകഴുതയും അതിൻ്റെ കുട്ടിയും ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ, നമുക്കും ഭാവന കാണാൻ, ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ, എൻ്റെ ഒരു ഭാവനയിൽ ഞാനത് കാണുകയാണ്. ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് ഈ പെൺകഴുത യേശുവിനെയും വഹിച്ചുകൊണ്ട് ഈ കഴുത കയറുമ്പോൾ, ആ കഴുതയുടെ കുട്ടി ആ കഴുതയെ, അതിൻ്റെ അമ്മയെ നോക്കുമ്പോൾ ഒരു പക്ഷെ അതിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടാകാം. ആ വഴി അതിന് പരിചയമുള്ള വഴികളല്ല, അതിന് പരിചയമില്ലാത്ത വഴിയിലൂടെയാണ് യേശുവുമായിട്ട് സഞ്ചരിക്കുന്നത്. നേരത്തെയൊക്കെ കഴുതകളെ ജെറുസലേം ദേവാലയത്തിന്റെ പരിസരത്തെങ്ങാനും കണ്ടാൽ ആളുകൾ ആട്ടി ഓടിക്കുമായിരുന്നു, ഒരുപക്ഷെ കല്ലെടുക്കുമായിരുന്നു, കമ്പെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കഴുതയും അതിന്റെ കുട്ടിയും നാട്ടുകാർ കാണുമ്പോൾ കല്ലല്ല കയ്യിലെടുത്തത്, കമ്പല്ല കയ്യിലെടുത്തത്, പൂക്കൾ, പുഷ്പങ്ങൾ എറിയുകയാണ്, കുരുത്തോലകൾ വീശുകയാണ്. ഈ കഴുതയ്ക്ക് നടന്നു പോകാനുള്ള വഴിയിൽ അവർ അവരുടെ തുണികൾ വിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് നല്ല കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യുന്ന എത്ര പേർ, വേണ്ടാത്തത് ചിന്തിക്കുന്നവരെ കുറിച്ചല്ല, നല്ല കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്ന എത്ര പേരുണ്ട്? ആ കഴുതകൾ പോകുമ്പോൾ അതിൻ്റെ ആ വഴിയിൽ തുണികൾ വിരിക്കുകയാണ്, പൂക്കൾ എറിയുകയാണ്, കുരുത്തോലകൾ വീശുകയാണ്. സത്യം പറയട്ടെ, ഇത്ര ഊഷ്മള ഗംഭീരമായ ഒരു സ്വീകരണം, ഒരു വരവേൽപ്പ് ചരിത്രത്തിൽ ഒരു കഴുതയ്ക്കും കിട്ടിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ കഴുതകളും ജെറുസലേം ദേവാലയത്തിൽ എൻട്രി ചെയ്തിട്ടില്ല. ഇനി എൻ്റെ ഭാവനയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മെസ്സേജിലൂടെ ഞാൻ പറയുകയാണ്, ഈ പെൺകഴുത കുഞ്ഞ് അമ്മ കഴുതയോട് ചോദിക്കാം ഒരു പക്ഷേ, അമ്മ, ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത ആ ഓണർ, ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ആ ബഹുമാനം, ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ആദരവ്, ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സ്നേഹം, ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത കരുതൽ നമ്മുടെ അപ്പന്മാർക്കോ അപ്പാപ്പന്മാർക്കോ ഒന്നും ഉണ്ടായിട്ടില്ലാത്തത് നമ്മൾക്ക് എങ്ങനെയാ ഈ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് ലഭ്യമായത് എന്ന് ചോദിച്ചാൽ, നന്ദിയുള്ള കഴുതയാണെങ്കിൽ, ഇച്ചിരിയിലും ബോധവും വിവരവും ഉള്ള കഴുതയാണെങ്കിൽ ആ കഴുത പറയും, നമ്മുടെ മിടുക്കല്ല മോളെ, ഇത് നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ കഴിവുകൊണ്ടും അല്ല, നമ്മുടെ മുകളിൽ ഒരുത്തൻ കയറിയില്ലേ, നമ്മളിൽ ഒരുത്തൻ വാഹനം കയറിയില്ലേ, അവന്റെ കൃപയാ. അവൻ എപ്പോൾ നമ്മളിൽ വന്നോ, അവൻ എപ്പോൾ നമ്മുടെ മുകളിൽ കയറിയോ. പല കഴുതകളും ഉണ്ടായിരുന്നിടത്ത് എന്നെയും ആ കൊച്ചിനെ നോക്കി പറയുന്നു, ആ പെൺകഴുത, ആ അമ്മ പറയുന്നു, മോളെ, നിന്നെയും എന്നെയും എപ്പോൾ അവൻ തെരഞ്ഞെടുത്തോ, നമ്മുടെ കെട്ടുകളെ അവൻ അഴിച്ചോ, അപ്പോൾ മുതൽ all the situation is changed. എല്ലാ സാഹചര്യങ്ങളും മാറി മറിഞ്ഞു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ദൈവം നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ
യേശു നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ, കർത്താവ് നിന്നിൽ വാഹനമേറുമ്പോൾ നിന്നെ ഒരു അത്ഭുതമാക്കി, ഒരു അതിശയമാക്കി, മാന്യതയുള്ള ഒരു വ്യക്തിയാക്കി എന്റെ ദൈവത്തിന് മാറ്റാൻ കഴിയുമെന്ന്. Hallelujah. Not because of our perfection, not because of our ability, not because of our anything, dear children of God. നമ്മുടെ എന്തെങ്കിലും പെർഫെക്ഷൻസ് കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും മഹത്വം കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും മിടുക്ക് കൊണ്ടോ ആണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ കഴുതയ്ക്ക് പറയാൻ ഒറ്റ മെസ്സേജേ ഉള്ളൂ: നമ്മളുടെ യോഗ്യതയല്ല. നമ്മുടെ ചരിത്രം അയോഗ്യതയുടെ ചരിത്രമാണ്. നമ്മുടെ ചരിത്രം പരാജയത്തിന്റെ ചരിത്രമാണ്. നമ്മുടെ ചരിത്രം ദേവാലയത്തിനകത്ത് പോലും പ്രവേശിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. എന്നാൽ നമ്മെ അവൻ തിരഞ്ഞെടുത്ത ഒറ്റ കാരണം കൊണ്ട്, നമ്മുടെ കെട്ടുകളെ അവൻ അഴിച്ച ഒറ്റ കാരണം കൊണ്ട്, നമ്മിൽ അവൻ വാഹനമേറിയ ഒറ്റ കാരണം കൊണ്ട്, only because of that. Hallelujah. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, മെഹീബോശത്ത് എന്ന മനുഷ്യൻ രാജാവിനോട്, ദാവീദിനോട് പറഞ്ഞത്, ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്ത അടിയനെ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് രാജാവിനോട് ചോദിച്ചില്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ നീ എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച്, ഓൾ പീപ്പിൾ സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് പ്ലീസ്. എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി, എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി. കർത്താവേ, എന്നിൽ വാഹനമേറിയതിന് നന്ദി. രക്ഷകനെ, സൗമ്യതയുടെ രാജാവേ, നീതിയുടെ രാജാവേ, രാജാധിരാജാവേ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കുറിച്ച് കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നതെന്ന് ഓൺലൈനിലുള്ള എത്ര പേർ പറയും? കട്ടപ്പന ചർച്ചിനകത്ത് എത്ര പേർ പറയും? ഓൺലൈനിൽ കാണുന്നവർക്ക് എത്ര പേർക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയും? എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് കർത്താവിന്റെ മകനായിരിക്കുന്നു, മകളായിരിക്കുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ ഇന്നത്തെ മെസ്സേജിൽ അത് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ മുഖാന്തിരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ ഇത് സംഭവിച്ചു. ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ, മത്തായി 21:5 പ്രകാരം ഈ ഓശാന ഞായറാഴ്ച, ഈ പാം സൺഡേയിൽ ഞാൻ പറയുന്നു, ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ, ആ വാഗ്ദത്തം നീ കഴുതപ്പുറത്താണ് വരുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുതിരപ്പുറത്ത് വരാൻ പറ്റത്തില്ല. ആ വാഗ്ദത്തത്തിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നോ, എന്ത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നോ, ആ പ്രവചിക്കപ്പെട്ടത് എന്റെ മേളിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, ആ പ്രവചിക്കപ്പെട്ടത്, yes in the name of Jesus. കരങ്ങളെ ഒന്ന് തലയ്ക്ക് മീതെ ഉയർത്തി അടിച്ച്, തലയ്ക്ക് മീതെ കൈ ഉയർത്തി ഒന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രവചനങ്ങളെ, വാഗ്ദത്തങ്ങളെ നിറവേറ്റും. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? അന്ന് കഴുതപ്പുറത്ത് വാഹനമേറി ജെറുസലേമിലേക്ക് ഓശാന ദിവസം പ്രവേശിച്ച രാജാവ് ഇനി മടങ്ങി വരുന്നത് അവൻ കഴുതപ്പുറത്ത് വാഹനമേറിയല്ല, അവൻ വെള്ള കുതിരമേൽ രാജാതി രാജാവായി അവൻ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ. Thank you Holy Spirit. Lift up your hands in heaven. എല്ലാ കരങ്ങളും ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്. Thank you Lord. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്നവൻ, മോറിയ മലയിൽ ഇറങ്ങി വന്നവൻ, എൻ്റെ രാജാവിന് ആരാധന, എൻ്റെ രാജാവിന് ആരാധന. കരങ്ങളെ ഉയർത്തി പറഞ്ഞ്, എൻ്റെ രാജാവായ യേശുവിന് ആരാധന. ഹോസാന, ഹോസാന. അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഹോസാന. ഹല്ലേലൂയ.